അടുത്തിടെ ഏറ്റവും വലിയ ഇമോഷണൽ മൊമെന്റ്സ് പ്രേക്ഷകർക്കുണ്ടായത് ഫിലിപ്സ് എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇനിയൊരു സിനിമ അതുല്യ പ്രതിഭ ഇന്നസെന്റിൻ്റേത് എന്ന് പറഞ്ഞ് ഇറങ്ങാനില്ലല്ലോ എന്നോർത്തിട്ടാണ്. അത്രത്തോളം അഭിനേതാവ് എന്ന നിലയിൽ ഹൃദയം കീഴടക്കിയ പ്രതിഭയാണ് ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന നടന് പകരം മറ്റൊരാളില്ല എന്നതും സിനിമാ പ്രേമികൾക്ക് വേദന സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന സിനിമയിലൂടെ നടനായി രംഗപ്രവേശം നടത്തിയ ഇന്നസെന്റ് വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളുടെ ഭാഗമായി. സിനിമാ നിർമ്മാതാവിന്റെ കുപ്പായം അണിഞ്ഞ് മലയാള സിനിമയുടെ പരിസരങ്ങളിൽ കറങ്ങി നടന്ന് ക്രമേണ ഹാസ്യ നടനായും സ്വഭാവ നടനായും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു താരം. പിന്നീട് പതുക്കെ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ അമരക്കാരനുമായി. അവിടെ നിന്ന് പതിയെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടുമാറ്റം നടത്തി. 2014 ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച് അവിടെയും തന്റെ വെന്നിക്കൊടി നാട്ടി. 2013 തൊണ്ടയ്ക്ക് അർബുദം ബാധിച്ച് കീമോതെറാപ്പിയിലൂടെ സുഖം പ്രാപിച്ച് അർബുദ രോഗികൾക്കൊപ്പവും അർബുദ രോഗത്തെ പ്രതിരോധിക്കുന്നവർക്കൊപ്പവും നിന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകി. ചിരിക്ക് പിന്നിൽ എന്ന ആത്മകഥയടക്കം ഞാൻ ഇന്നസെന്റ്, മഴക്കണ്ണാടി എന്നീ 3 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ കൂടിയാണ് ഇന്നസെന്റ്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇന്നസെന്റ് എന്ന അതുല്യ പ്രതിഭയെ കലാലോകത്തിന് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം സിനിമാ പ്രേമികൾക്ക് വേദനകൾ നിറഞ്ഞത് കൂടിയാണ്. ഇപ്പോഴിതാ ഇന്നസെന്റ് നൽകിയ പഴയൊരു അഭിമുഖമാണ് വൈറലാകുന്നത്. സിനിമാ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചുമെല്ലാം പഴയൊരു അഭിമുഖത്തിൽ ഇന്നസെന്റ് മനസ്സ് തുറന്നിരുന്നു. നിങ്ങൾ കരുതും പോലെ ഞാനത്ര വലിയ തന്ത്രശാലിയോ കൗശലക്കാരനോ ഒന്നുമല്ല. ആരെയും പിണക്കാതെ നിന്നാൽ എല്ലാവരെയും പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടും. പടം മാത്രം പോരാ, പേരും വേണം, കാശും വേണം. എല്ലാവരോടും വഴക്കിട്ടിരുന്നാൽ ഇത് വല്ലതും നടക്കുമോ? ഇന്നസെന്റ് തമാശയായി പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സയ്ക്കായി ചെലവായത്. അത് കൊടുത്ത് ചികിത്സിക്കാൻ സാധിച്ചത് ഞാനൊരു സിനിമാ നടനായതുകൊണ്ടാണ് എന്നും ഇന്നസെന്റ് കൂട്ടിച്ചേർത്തു. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ പെട്ടിക്കുള്ളിലായേനെ എന്നാണ് അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ ഇന്നസെന്റ് പറഞ്ഞത്. സിനിമയിലൊഴികെ ജീവിതത്തിൽ ഇന്നസെന്റ് മീശ വെച്ച് അധികമാരും കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും സരസമായ മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. മീശ വെച്ചാൽ ദിവസവും അത് കറുത്തിരിക്കും, പിന്നെ നരച്ചിരിക്കും. അയാൾക്ക് വയസ്സാണെന്ന് പറഞ്ഞ് നാട്ടുകാർ പോലും കളിയാക്കി തുടങ്ങും. ഡൈ ചെയ്യാമെന്ന് വെച്ചാൽ കുറെ കാശും പോയി കിട്ടും. അതിൻ്റെ അലർജിയും അനുബന്ധ രോഗങ്ങൾ വേറെ എന്നായിരുന്നു നടന്റെ മറുപടി. പിന്നീട് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് ഇന്നസെന്റ് സംസാരിച്ചത്. തന്റെ അഭിപ്രായം കേട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ദിലീപിന്. തന്നേക്കാൾ 10 മടങ്ങ് ബുദ്ധിമാനും കഠിനാധ്വാനിയുമാണ് അവൻ. മമ്മൂട്ടിക്ക് മോഹൻലാലിൽ ഒരു മകൻ ജനിച്ചാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അതുപോലെയാണ് ദിലീപ്. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ എന്നാണ് ഇന്നസെന്റ് പറഞ്ഞത്. കോവിഡ് ബാധയെ തുടർന്നുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പല അവയവങ്ങളും പ്രവർത്തനം നിലച്ചതും ഹൃദയാഘാതവുമാണ് ഇന്നസെന്റ് എന്ന മഹാപ്രതിഭയുടെ മരണത്തിലേക്ക് നയിച്ചത്. മരിക്കുമ്പോൾ 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ച 1 വർഷത്തേക്ക് അടുക്കുമ്പോഴും ഇന്നസെന്റ് ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ സിനിമാ പ്രേമികൾക്ക് ആയിട്ടില്ല.